നമസ്കാരം. ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ വിജറ ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് പിടിയിലായി. അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി അബിൻ ലാൽ മോഹൻലാലാണ് പിടിയിലായത്. നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതി പിടിയിലായത്. കരാമയിൽ ഈ മാസം ആദ്യമായിരുന്നു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ജയകുമാറിന്റെ ഗിൽഡയുടെ മകളാണ് 26-കാരിയായ ആനിമോൾ ഗിൽഡ. സമൂഹ മാധ്യമത്തിലൂടെയാണ് ആനിമോളും യുവാവും തമ്മിൽ പ്രണയത്തിലായത്. ആനിമോളെ UAE-യിലേക്ക് എത്തിച്ചത് ഇയാളാണെന്നും സുഹൃത്തുക്കൾ പറയുന്നു. 1.5 വർഷം മുൻപ് UAE-യിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കൊലപാതകം നടന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ആനിമോളെ കാണാനായി പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് എത്തുകയായിരുന്നു. പിന്നാലെയാണ് യുവതിയുടെ മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തിയത്. ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലേക്ക് നയിച്ചതാകാമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ആനിമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചുവെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. സംഭവശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞതും പോലീസ് അറസ്റ്റ് ചെയ്തതും. കരാമായ മത്സ്യ മാർക്കറ്റിന് പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നത്. അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിൻ ലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു. സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനിമോളെയും കൂട്ടി അബിൻ ലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടയ്ക്കുകയും ചെയ്തു. തുടർന്ന് ആനിമോളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻ ലാൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. കത്തിക്കുത്തേറ്റ് ചോര വാർന്നു പിടയുന്ന ആനിമോളെയാണ് കൂട്ടുകാർ കണ്ടത്. ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും അബിൻ ലാലിന്റെ ഫോട്ടോ കൈമാറുകയും ചെയ്തു. തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തത്. ഇയാൾ പിന്നീട് പോലീസിനോട് കുറ്റം സമ്മതിക്കുകയായിരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ബന്ധം ഏർപ്പെടുത്തിയതാണ്. ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന ആനിമോളെ ഏതാണ്ട് 1 വർഷം മുൻപ് അബിൻ ലാൽ തന്നെയായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിൻ ലാൽ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. എന്നാൽ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പറയുന്നു. ഇതേ തുടർന്നുള്ള വാക്കുതർക്കമായിരിക്കാം കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സംശയിക്കുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കേസ് അന്വേഷണം പൂർത്തിയായി വരികയാണ്. ദുബായ് പോലീസ് മോർച്ചറിയിൽ ആനിമോളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആനിമോളുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. 1.5 വർഷം മുൻപ് UAE-യിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കൊലപാതകം നടന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് എത്തുകയായിരുന്നു. പിന്നാലെയാണ് മൃതദേഹം താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. നാളുകൾക്ക് മുൻപാണ് കുവൈറ്റിൽ നിന്ന് മലയാളി നഴ്സ് ദമ്പതികളുടെ മരണവാർത്ത പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് മലയാളികളെ നടുക്കി ആനിമോൾ ഗിൽഡയുടെ മരണവാർത്തയും എത്തുന്നത്. ജീവിതം കരുപിടിപ്പിക്കാനായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെ ഈ നഴ്സ് ദമ്പതികൾ കുവൈറ്റിൽ ദാരുണമായി മരിക്കുന്നത്. ഏറെ ആശിച്ചു വെച്ച മണ്ഡലത്തെ വീട്ടിൽ അവരിരുവരും അവസാനമായി ജീവനറ്റെത്തി. അവസാനമായി ഒരു നോക്ക് കാണാനും നിരവധി പേരാണ് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. പരസ്പരം ആക്രമിക്കുമ്പോൾ നാട്ടിലെ 2 കുരുന്നുകളെക്കുറിച്ച് ഓർക്കാമായിരുന്നില്ലേ എന്ന് പലരും വിതുമ്പിക്കരഞ്ഞു. ഒരാഴ്ച മുമ്പ് ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയവർ കഴിഞ്ഞ ദിവസം അവർക്ക് മുമ്പിൽ ജീവനറ്റ് കിടന്നത് പലർക്കും സഹിക്കാനായില്ല. ഈ മരണവാർത്ത പോലും അറിയാതെ അമ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛന്റെ വീട്ടിലേക്ക് കളിച്ചിരിയോടെ ഓടിയെത്തിയ മക്കളുടെ സന്തോഷവും ദുഃഖത്തിലേക്ക് വഴിമാറിയത് നിമിഷ നേരം കൊണ്ടാണ്. അച്ഛന് വളരെയധികം സഹായമായി ബിൻസി മാറിയിരുന്നു. ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ബിൻസിക്കും സൂരജിനും ഇടയിൽ ഉണ്ടായിരുന്നതായി ആർക്കും തന്നെ അറിവില്ല. പക്ഷേ ഈ മരണത്തോടെ ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി പലരും അടക്കം പറഞ്ഞു. ഈ കൊലപാതകവും ആത്മഹത്യ നടന്നിരിക്കുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ടല്ല. ഇവർക്കിടയിൽ മറ്റു ചില കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാമ്പത്തികമായി ഒക്കെ ബിൻസി സഹായിക്കുമായിരുന്നെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈസ്റ്ററിന്റെ നാട്ടിൽ വന്ന മാതാപിതാക്കളുടെ അടുത്ത് മക്കളെ ആക്കിയ ശേഷമാണ് സൂരജ് കുവൈറ്റിലേക്ക് മടങ്ങിയത്. 4-ാം ദിവസമാണ് പിന്നീട് ഈ ഒരു ദാരുണ സംഭവം അരങ്ങേറിയതും. മക്കളെ പെരുമ്പാവൂർ പുല്ലുവഴി സെന്റ് ജോസഫ് സ്കൂളിലാണ് ചേർത്തത്. മക്കൾക്കുള്ള അടുത്ത വർഷത്തെ യൂണിഫോം വരെ വാങ്ങിവെച്ചായിരുന്നു സൂരജ് ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് തിരിച്ചത്. കുവൈറ്റിലെ ആരോഗ്യ വകുപ്പിലും പ്രതിരോധ മന്ത്രാലയത്തിലും നഴ്സുമാരായി ജോലി ചെയ്യുകയായിരുന്നു ഇവർ. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായാണ് സൂചന. തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്നാണ് റിപ്പോർട്ട്. ഈസ്റ്ററിന് മണ്ഡലത്തെ വീട്ടിൽ സൂരജും അമ്മയും ഒത്തുകൂടിയതാണ്. അവധിയില്ലാത്തതിനാൽ ബിൻസി നേരത്തെ തന്നെ പോയി. സൂരജ് ഒരാഴ്ച കഴിഞ്ഞാണ് മടങ്ങിയത്. പക്ഷേ ഇവരുടെ ദാമ്പത്യ ബന്ധം താളം തെറ്റിയിട്ട് മാസങ്ങളായി എന്നാണ് കുവൈത്തിലെ അയൽക്കാർ പറയുന്നത്. പഠിക്കുന്ന കാലം മുതൽ ബിൻസിയുമായി പരിചയമുണ്ട്. അങ്ങനെയാണ് വിവാഹിതരായത്. ഓസ്ട്രേലിയയിൽ ഇരുവർക്കും ജോലി ശരിയായിരുന്നു. താമസം അങ്ങോട്ടേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇരുവരും. ബിൻസി ഇന്ന് കാണുന്ന രീതിയിലേക്ക് കോടികൾ സമ്പാദിച്ചത് വളരെയധികം കഠിന പരിശ്രമം നടത്തിയാണ്.
തടിമില്ലിൽ ജോലി ചെയ്തിരുന്ന പിതാവ് ഒരാൾക്കൊപ്പം ലിഫ്റ്റ് ചോദിച്ചുള്ള യാത്രക്കിടെ അപകടത്തിൽപ്പെടുകയും കാല് മുറിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ബിൻസിയാണ് ഈ ഒരു കുടുംബത്തിന് താങ്ങായി മാറിയത്. 1.5 ലക്ഷത്തിന്റെ വൈപ്പുകാല് വരെ അച്ഛന് വെച്ചുകൊടുത്തു. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സൂരജിനെ ബിൻസി പരിചയപ്പെട്ടതും. പിന്നീട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. പിന്നീട് വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചു തന്നെ സൂരജിനെ ദീർഘകാല പ്രണയത്തിനൊടുവിൽ ബിൻസി ഭർത്താവായി സ്വീകരിച്ചു. വിദേശത്തേക്ക് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു BSc നഴ്സിംഗ് പഠിപ്പിച്ചത്. ഇതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു. വിവാഹം കഴിഞ്ഞ് കുവൈറ്റിലേക്ക് സൂരജിനെയും ഒപ്പം കൂട്ടി. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരൻ കൂടിയായിരുന്നു സൂരജ്. എന്നിട്ടും ബിൻസി അതെല്ലാം ക്ഷമിച്ചു. പിന്നീട് സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടെ ബിൻസിക്ക് മേലെ ആണ് താൻ എന്ന് വരുത്താനുള്ള ശ്രമത്തിലായി സൂരജ്. പിന്നീടുള്ള സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം തന്നെയായിരുന്നു ഇവരുടേത്. ഈ നിലയിലേക്ക് കുടുംബം എത്തിയതുപോലും ബിൻസിയുടെ കഠിനാധ്വാന ഫലമായാണ്. എന്നാൽ സൂരജിന്റെ പെട്ടെന്നുള്ള ദേഷ്യവും പിടിവാശിയും എല്ലാം തകർത്തുവെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. ഒരു യൂട്യൂബ് റിയാക്ഷൻ വീഡിയോയിൽ ബിൻസിക്കെതിരായി ശക്തമായ തെളിവുണ്ടെന്ന രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് പ്രചരിച്ചിരുന്നു. ബിൻസിക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു നഴ്സിന്റെ സുഹൃത്താണെന്ന നിലയിലാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്. കൂടാതെ ഇവരുടെ ഐഡന്റിറ്റി പുറത്തു വരരുത് എന്നതുകൊണ്ട് ശബ്ദം അടക്കം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത് പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് ബിൻസിക്കൊപ്പം താമസിക്കുന്ന മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇത് സൂരജിന് അറിയാമായിരുന്നു. കൂടാതെ സൂരജ് ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഈ അടുപ്പം പാടില്ല, ഇത് നിർത്തിക്കോ എന്നൊക്കെ. പക്ഷേ ഇത് ഇയാൾ ചെവി കൊണ്ടില്ല. ഈ ബന്ധം തുടരുന്നു. കൂടാതെ നാട്ടിൽ മക്കളെയാക്കി ബിൻസി നേരത്തെ കുവൈറ്റിലേക്ക് എത്തി. എയർപോർട്ടിൽ വിളിക്കാൻ വന്നതും തിരിച്ചു കൊണ്ടാക്കിയതും ഇയാളാണെന്നാണ് ഈ വോയിസിൽ പറയുന്നത്. വീണ്ടും ഈ ബന്ധം തുടർന്നതിനാൽ പ്രകോപിതനായി ഈ ഒരു കൊലപാതകം നടന്നുവെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂടാതെ ഈ കൊലപാതകം നടത്തിയ ശേഷം ബിൻസിയുടെ ചുവരിൽ കുളിച്ച ചിത്രം ഇയാൾക്ക് അയച്ചു. പക്ഷേ ഈ ഒരു കാമുകൻ ഈ ഒരു ചിത്രം കണ്ടത് തന്നെ അടുത്ത ദിവസമായിരുന്നു. നിന്നെയും കൊല്ലുമെന്ന് സൂരജ് മുകേഷിന് അയച്ച സന്ദേശത്തിൽ പറഞ്ഞുവെന്നാണ് ഈ വോയിസിൽ പറയുന്നത്. ഇത് കേട്ട ഭയന്ന ഇയാൾ സുഹൃത്തുക്കളുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു. തന്നെയും കൊലപ്പെടുത്തുമോ എന്ന ആശങ്കയൊക്കെ പങ്കുവച്ചതായും പറയുന്നുണ്ട്. ഇയാൾക്ക് ബിൻസിയുമായി മാത്രമല്ല നിരവധി സ്ത്രീകളുമായി അടുപ്പമുണ്ടെന്നും ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.